പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നയനയ്ക്ക് അവാർഡ് കിട്ടിയത് ഒട്ടും സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ജലജ പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യയ്ക്ക് ഒരു പീറ അവാർഡ് കിട്ടി എന്ന് കരുതി ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്നിങ്ങനെ ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായില്ല. നമ്മുടെ കമ്പനിയിൽ ഒരുപാട് ഡിസൈനർമാരുണ്ട്, എന്നിട്ട് അവർക്ക് ആർക്കെങ്കിലും ഇന്നേവരെ ഇതുപോലൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ട്. ജലജയെ പോലെ തന്നെ അനാമികയും തീരെ സഹിക്കാൻ വയ്യാതെ നിൽക്കുമായിരുന്നല്ലോ നയനയ്ക്ക് അവാർഡ് കിട്ടിയ കാര്യങ്ങളെല്ലാം അറിഞ്ഞ്. അതുകൊണ്ട് തന്നെ ചൊറിയാൻ ചെല്ലും എന്ന കാര്യം ഉറപ്പാണ്. അന്നേരം നയന് ചോദിക്കുന്നുണ്ട്, പിന്നെ നിൻ്റെ കഴുത്തിൽ ഈ കെട്ടിയേക്കുന്ന താലി ആര് കെട്ടിയതാ, അതിന് ഒരു വിലയുമില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു വിലയൊന്നും ഇതിന് കൊടുക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയുള്ള വെറും ഒരു അടയാളം മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ താലി. ആ ഒരു രീതിയിലല്ല ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് അനാമിക പറയുന്നുണ്ട്. പിന്നീട് ജലജ ദേവയാനിയോട് പറയുവാണ്, അവാർഡ് ഫംഗ്ഷന് അവരെ പേര് വിളിച്ച് പറഞ്ഞപ്പോൾ നയന ആദർശ് എന്നാണ് പറഞ്ഞത്. ആദർശ് വെറും നയനയുടെ വാലായി പോയല്ലോ ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞ് ദേവയാനി തിളപ്പിക്കാൻ നോക്കുന്നുണ്ട്. നേരം മുത്തശ്ശി പറയും, അങ്ങനെ ഭാര്യയുടെ വാലായി എന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അവൾക്ക് കിട്ടിയൊരു നേട്ടമാണ് അതെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. പിന്നെയും കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയും നയനയും തന്നെയാണ്. ആരും കാണാതെ സ്നേഹിക്കുക എന്നുള്ളതാണ് രണ്ടുപേരുടെ ഒരു തീരുമാനം. നയന ദേവയാനിയോട് പറയുവാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഇത് പപ്പാതി കുടിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട മോളെ എന്ന് പറയുമ്പോൾ അത് അമ്മ പറഞ്ഞാൽ മതിയോ, കുടിക്കണം എന്ന് പറഞ്ഞ് നയന പകുതി കുടിച്ചിട്ട് ദേവയാനിക്ക് കൊടുക്കാനായിട്ട് തുടങ്ങുവാണ്. ഈ സമയം അതിലൂടെ സ്റ്റെയർ ഇറങ്ങി വരുന്ന നമ്മുടെ ജലജയും കാണിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ കാണണം എന്തോ. ഇതൊക്കെയായിരുന്നു പ്രൊമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.